ഇപ്പോൾ ക്യാപ്റ്റൻ ആയാലും സിജോ ആയാലും ബ്രോ ആണെങ്കിൽ ആരെയായാലും ജോസ് ആരായാലും ഞങ്ങളുടെ പേരെടുത്ത് ചോദിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ പേരെന്താ, നിങ്ങളുടെ പേര് ഇതാണ്, അതിനെ വെച്ച് സംബോധന ചെയ്യണം അല്ലേ. അതാണ് ധൈര്യത്തിൻ്റെ ലക്ഷണം. അത് കഴിഞ്ഞ് ഇവരെ കുറിച്ച് തന്നെ ഇവരെന്തൊക്കെ ചെറുപ്പത്തിന് മുമ്പിൽ നടന്നിട്ടുണ്ടോ, ഞാൻ നടന്നിട്ടില്ലേ ചെറുപ്പം ജനിച്ചത് തൊട്ട്. അപ്പോൾ അങ്ങനത്തെ വാക്കുകൾ ഞാൻ പറയണില്ല, എനിക്ക് ഇഷ്ടമില്ല. ഞാൻ ഇങ്ങനെ ചടഞ്ഞു കൂടി ഡിസ്കസ് ചെയ്യണ ടൈപ്പല്ല. എന്തിങ്ങനെ ചടഞ്ഞു കൂടി കുറേ ഇരിപ്പ് ഞാനിങ്ങനെ ചെയ്തു അങ്ങനെ പറയാം, അങ്ങനെ പറയാൻ നടക്കുന്ന ടൈപ്പല്ല. അത് അവരുടെ ടോണ്. അപ്പോൾ അങ്ങനെ ഞാൻ ഡിസ്കസ് ചെയ്ത് നിങ്ങൾ എന്നെക്കുറിച്ച് ഓർത്ത് എന്തൊക്കെ വിമാനം അടിച്ചിട്ടുണ്ടോ, ഞാൻ പറയണില്ലേ ക്യാപ്റ്റനും അമ്പനും ആനെ ആൻറ്റും ആനെ ചീച്ചോ മറ്റേതാണെന്ന് പറഞ്ഞ് നടക്കണല്ലേ. അപ്പോൾ അറിയാൻ നടക്കാത്തതുകൊണ്ട് തന്നെ പറയണം, അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞിട്ട്. എന്നോട് ആരും പറയിപ്പിച്ചിട്ടില്ല, അതുകൊണ്ട് പറയണം അങ്ങനെ പറയിപ്പിച്ചിട്ടില്ല. പറയിപ്പിച്ചവരും അത് പറയൂ, ഇങ്ങനെ പറയൂ, പൂർണ്ണ അറിവോടെ പറയൂ, ഇല്ല. അങ്ങനെ കഴിക്കാത്തത് കഴിച്ചില്ല എന്ന് തന്നെ പറയും. സ്പൂൺ ഫീഡിംഗ് ഒന്നും ആയിരുന്നില്ലല്ലോ. പറയിപ്പിച്ച് നടന്ന സ്വന്തം തന്തയുടെ തള്ളയുടെ റിട്ടയർഡ് നേച്ചർ അനുകരിക്കണവരാണ് പറയിപ്പിച്ചും ഈ വിഡിത്തം ശോഷിച്ച വാക്കുകൾ, സ്വന്തം ശോഷിച്ച അവസ്ഥ സ്വന്തം നാവുകൊണ്ട് കാണിച്ച് സ്വന്തം അറിവില്ലായ്മ സ്വയം തിരിച്ചു കൊത്തണ പോലെ, സ്വയം മുറിവേൽപ്പിക്കണ പോലെ. മുറിവെന്ന് ചെറിയൊരു മുറിവല്ല, കിട്ടിയിട്ടുണ്ട്, അത് പറയാം. അപ്പോൾ ചെയ്യാത്ത കാര്യം ചെയ്തില്ല തന്നെ പറയും. ചെയ്തവരും പറഞ്ഞവരും പറയിപ്പിച്ചവരും ഇത് പറയുമോ, ഇല്ല. അപ്പോൾ മനസ്സിലാക്കുക. അപ്പോൾ ഇങ്ങനെ ഞാൻ അങ്ങനെ ഞാൻ പറഞ്ഞ് നടക്കണല്ലേ, അത് ധൈര്യമില്ലാത്തവരുടെ ലക്ഷണമാണ്. ലക്ഷണം എന്നല്ല, ശോഷിച്ച അവസ്ഥ. ആരെങ്കിലും എന്തെങ്കിലും തോക്കുധാരികൾ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ, എന്തെങ്കിലും ചോദിക്കാൻ വന്നാൽ ഇങ്ങനെ കൂട്ടത്തോടെ വിഡിത്തം പറഞ്ഞ് നടക്കുന്നത് തിരിഞ്ഞു ഓടും. രാത്രി ആണെങ്കിലും രാവിലെ ആണെങ്കിലും ഉച്ച നേരം ആണെങ്കിലും. അതുകൊണ്ട് രാത്രി ആയാലും ഉച്ചയായാലും രാവിലെ ആയാലും നിങ്ങളായിരുന്നു കുട്ടി വാങ്ങുന്ന സമയം വരും, അതന്നെ വരും. അതുകൊണ്ട് അധികം നാൾ താമസിക്കേണ്ട ആവശ്യമില്ല. ഞാനൊരു ഇനി മാസങ്ങൾ ഇങ്ങനെ കിടക്കില്ല, ജൂണ് ജൂലൈ ഓഗസ്റ്റ് കിടക്കുന്ന 6, 7, 8 എന്ന രീതി പറയാം. അതെന്ന് വെച്ചാൽ ഇപ്പോൾ വർഷങ്ങൾ, ഇപ്പോൾ ജോസഫ് ഷെയ്ഖൻ്റെ വിവരം ഇല്ലാണ്ട്, പൂർണ്ണ വിവരം ഉണ്ടായിട്ട് ഷെയ്ഖൻ്റെ തരാൻ പഠിക്കുക. അവിടെ എപ്പോഴോ കുനിറ്റ് മോന്ത വെച്ചിട്ട് എന്തോ പറഞ്ഞു, എപ്പോഴോ 10-15 വർഷം മുമ്പ്. പിന്നെ എപ്പോഴോ ചാവാൻ പോണ 3 വർഷം മുമ്പ് ചാവാൻ നേരത്തെ ഷെയ്ഖൻ്റെ വന്നിട്ട് ഇപ്പോൾ ജോലി കഴിഞ്ഞ ഒരു 2015 ഐശ്വര്യണസ് വരുന്ന പോലെ പറയാം. അതൊരു കാര്യമില്ല. അപ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞു പോയി. അപ്പോൾ അതിലൊരു കാര്യമില്ല. പെട്ടത്തലയാവണതും എല്ലാം നിങ്ങളുടെ വിഡിത്തം തലയിൽ കയറ്റി വെച്ചതുകൊണ്ടാണ്. ഇഗ്നോറൻസ് ഇത്ര ചെറു പ്രായത്തിലും 25-26 വയസ്സിലൊക്കെ പെട്ടത്തലയാവുന്നത് എന്താണെന്ന് അറിയും ഞാൻ റെസ്പെക്റ്റ് കൊടുത്ത് പറയുന്നതെന്ന് വിചാരിച്ചാൽ. വിഡ്ഢികൾക്ക് എവിടെ റെസ്പെക്റ്റ് വരണം? വിഡ്ഢികൾ ജീവനില്ലാത്തത് ആരാധിക്കണം, പറയണ ചെയ്യണം. തമിഴന്മാരുണ്ട് ചവറുകളും അപറുകളും എന്ന് പറയുന്നത്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും വിഡ്ഢിത്തം തമ്മിൽ പറഞ്ഞ് ഏൽപ്പിച്ചു കൊടുക്കുന്നതുകൊണ്ടാണ് അവർ തമ്മിൽ റെസ്പെക്റ്റ് ഇല്ലാണ്ട് പറയണതാണിത്. അവരുകൾ നിങ്ങൾ എന്നൊക്കെ പറയുന്നത് വിഡ്ഢിത്തത്തിൽ മുഴുകി നടക്കുന്നവരുടെ അവസ്ഥയാണ്. ബ്രാഹ്മണന്മാരായാലും ജീവനില്ലാത്തത് ആരാധിക്കണവരായാലും പറയണവരായാലും ജീവനില്ലാത്തത് കഴിക്കണവരായാലും. അപ്പോൾ അതൊക്കെ പറയാം. അപ്പോൾ ഞാൻ അങ്ങനെയാണ് സംബോധന ചെയ്യണം. അല്ലെങ്കിൽ എൻ്റെ ഇപ്പോൾ ഞാൻ ജനിച്ച തൊട്ട് ഇപ്പോൾ ഗോവയിലാണെങ്കിലും എവിടെയാണെങ്കിലും എൻ്റെ മുഖത്ത് നോക്കി എൻ്റെ തോളത്ത് ഇങ്ങനെ തോണ്ടിയിട്ടാണെങ്കിലും ഇത് പറയണത് മനസ്സിലാക്കാനുള്ളത്. നിങ്ങൾക്ക് മറവി രോഗം ഉണ്ടാകാൻ പാടില്ലേ. വീണ്ടും മറവി ഉണ്ടായിട്ട് വീണ്ടും നിങ്ങൾ കരുന്ന് കുട്ടി വാങ്ങണ രീതിയിൽ നിങ്ങൾ ശോഷിച്ച വാക്കുകൾ എന്തായാലും ഒരു ടു അങ്ങനെയൊക്കെ പറഞ്ഞ് ഗ്ലോറി എന്ന് പറഞ്ഞാലും നിങ്ങളെ ശോഷിച്ച വാക്കുകൾ, നിങ്ങളുടെ അറിവില്ലായ്മ നിങ്ങളതിനെ തിരിച്ചു കൊത്തും. നിങ്ങളുടെ വിഷമാണ്. വിഷം എന്ന് പറഞ്ഞാൽ സാധാരണ കലിക്ക് വിഷത്തിനെ കുറിച്ച് പറയാം. അറിവില്ലായ്മ വലിയൊരു വിഷമാണ്. റിട്ടാർഡഡ് നേച്ചർ, നിങ്ങളുടെ തന്തയുടെ തലയുടെ റിട്ടാർഡഡ് നേച്ചർ എന്ന് പറയുന്നത് റിട്ടാർഡഡ് ശോഷിച്ച അവസ്ഥ. അതുപോലെ തന്നെ സ്പൂൺ ഫീഡിങ് ആയിട്ട് അനുകരിച്ചിട്ട് നിങ്ങൾ ഫോം വിളിച്ച് കൊണ്ട് പറയുമ്പോൾ ഇതുകൂടി പറയും, ഞങ്ങൾക്ക് പൂർണ്ണ അറിവില്ലാണ്ട് നിങ്ങളുടെ തന്തയുടെ തലയുടെ റിട്ടാർഡ് നേച്ചർ അനുകരിച്ച് ധൈര്യമില്ലാത്ത ജീവിതം എന്ന് പറയല്ല, ധൈര്യമില്ലാത്ത ശോഷിച്ച അവസ്ഥ അനുകരിച്ച് ഈ ധൈര്യമില്ലാണ്ട് ഫിസിക്കലി ചാവേണ്ട കാര്യമില്ല. ഓൾറെഡി ചത്താണ് ഇങ്ങനെ നടക്കുന്നത് ശോഷിച്ച അവസ്ഥയിൽ കുടിച്ചിലൊക്കെ കേട്ട്. അതുപോലത്തെ ഒരു സാധനം എൻ്റെ കൂടെ ഇരിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞിട്ട് ഞങ്ങൾ ഈ കുഞ്ചു പോയിൻ്റ് ഉമൻ പേലി പാവം പെണ്ണ് അങ്ങനത്തെ കുറേ വിഡിത്തം പറഞ്ഞാണ് ഇരിക്കണതെന്നും പറയാം. കൊച്ചൻ ആവശ്യമില്ലാത്തത്, പാതിരികളുടെ ആവശ്യമില്ലാന്ന് ബൈബിളിൽ ശരിക്കും പറയേണ്ടത്. അത് പറയാം. ഇപ്പോൾ ഷോർട്ടായിട്ട് പറയാനുള്ളൂ, അതിൻ്റെ ഞാൻ മുഴുവനാക്കി പറയാം. അപ്പോൾ എനിക്കിപ്പോൾ ഒരു 15 മിനിറ്റ് ടോക്ക് ചെയ്താൽ ഫുള്ളും കൊള്ളും. ഇപ്പോൾ ഒരു 3-4 മിനിറ്റ് ആയിട്ടുള്ളൂ. അപ്പോൾ എല്ലാം ഉൾക്കൊണ്ട പറയണേ. അപ്പോൾ ഒരു മനസ്സിലാക്കാൻ പഠിക്കും. അപ്പോൾ നിങ്ങൾ നിങ്ങൾ പൂർണ്ണ അറിവോടെ സംസാരിക്കാറ്. നാവ് തന്ന ജീവനുള്ള ദൈവത്തെ പുകഴ്ത്താൻ, അതായത് മനുഷ്യരെയും സ്ത്രീകളെയും ഹ്യൂമൻസിനെയും മൃഗങ്ങളെ ആരാധിക്കാനല്ല. അത് ചത്തു പോണവരാണ്. നശ്വരം എന്ന് നിങ്ങളുടെ ലാംഗ്വേജിൽ പറയില്ലേ, അതിനെ ആരാധിച്ച നിങ്ങളെ സ്വയം ആരാധിക്കണ പോലെയത് മനസ്സിലാവേണ്ട വേണ്ടി. ജീവനുള്ള ദൈവമാണ്, സൃഷ്ടിനെ ആരാധിക്കാൻ പാടില്ല. അപ്പോൾ നാവ് തന്നിരിക്കുന്ന ജീവനുള്ള ദൈവത്തെ പുകഴ്ത്താനും. അങ്ങനെയാണ് മൃഗങ്ങൾക്ക് തന്നിരിക്കുന്ന ഓരോ ക്വാളിറ്റിയും. പട്ടികൾക്ക് മനുഷ്യനുള്ള തമ്മിലുള്ള ഡോഗ്സിന് കൊടുത്താണ് ക്വാളിറ്റി. മനുഷ്യനായിട്ടൊരു ബന്ധം സ്ഥാപിക്കാനുള്ള അവരുടെ കൊര, അല്ലെങ്കിൽ അവരുടെ വൈനിങ്,
അതൊക്കെ അവരുടെ കരുത്തുള്ള ഒരു ഇമോഷൻ ഇതാക്കുന്നത്. പീകോക്ക് അല്ലെങ്കിൽ ഒരു എക്സാമ്പിൾ മേയോ മേയോ എന്ന് പറയുന്നത് അവരുടെ ക്വാളിറ്റി കാണിക്കണം. അവർക്ക് ഒരു ഡിസ്ക്വാളിഫിക്കേഷൻ്റെ എന്തെങ്കിലും അവർ ഉണ്ടാക്കി ചെയ്യണ്ട. എന്തുകൊണ്ട് ചെയ്യണല്ലേ? അവരുടെ സ്വന്തം തന്തം തള്ളയും റീട്ടാർഡ് നേച്ചർ അവർക്ക് പഠിപ്പിച്ചു കൊടുത്തില്ലേ? സ്വന്തം തന്തയുടെ തള്ള അവർക്ക് സൃഷ്ടാവിനെ കുറിച്ച് നല്ല ബോധ്യമുണ്ട്. നിങ്ങളുടെ തന്തയുടെ തള്ള റീട്ടാർഡ് നേച്ചർ അനുകരിക്കുമ്പോൾ ഏതിന് പാതിരീനെ കുറിച്ച് പറയുമോ? പാതിരി പുച്ചന്മാർ സ്വന്തം തന്തയുടെ തള്ള റീട്ടാർഡ് നേച്ചർ അതുപോലെ അനുകരിച്ച് ആ ശോഷിച്ച വാക്കുകൾ ജീവനില്ലാത്തത് ആരും ജീവനില്ലാത്ത പറഞ്ഞു നടന്നവരും ജീവനില്ലാത്ത ശോഷിച്ച കഴിച്ച് നടന്ന അതുപോലെ ആ കുരുട്ട് മോത വെച്ച് നടക്കുന്നതുകൊണ്ട് നിങ്ങൾ ഷർട്ടും പാൻറ്റൊന്നും ഒരു കണ്ണാടി പോയി നോക്കി നോക്ക്. ആ കുരുട്ട് മോന്തയ്ക്ക് നിങ്ങളുടെ തന്തയുടെ തള്ളയുടെ അതേ വിഡ്ഢിച്ചായാണ്. അതുകൊണ്ടാണ് നിങ്ങളുടെ വായന ശോഷിച്ച അവസ്ഥ വരണേ. നിങ്ങൾ വിചാരിക്കുമ്പോൾ ഞാൻ ദേഷ്യത്തിൽ പറയണമായിരുന്നു. അല്ല, ദേഷ്യത്തിൽ പറയുകയാണെങ്കിൽ നിങ്ങളുടെ പോലെ കുമ്മുട്ടി കോമലാൽ കൂറുക്കാൻ അമിതാഭ് ബച്ചൻ്റെ പോലെ കുഞ്ചുവാര്യർ പോലെ പൊടിച്ച് ലക്ക് കെട്ട് ഡ്രഗ് അടിച്ച് ബീഡി വലിച്ച് ഗുഡ്ക കഴിച്ച് ഈ ശോഷിച്ച വാക്കുകൾ പറഞ്ഞ് നടന്നാൽ അത് ദീർഘിച്ച് പറയാം. അപ്പോൾ ഞാൻ പറയാം, എൻ്റെ ക്ലാസ്സിലായാലും എവിടെ തോണ്ടി തോളത്തിട്ട് ഇവിടെ ഗോവയിലാണെങ്കിലും ഹിന്ദിയിൽ എന്തെങ്കിലും നമ്മുടെ കൊങ്കണി പോർച്ചുഗീസ് കലർന്ന് വരുമ്പോൾ സിസ്റ്റേഴ്സ് പറയും ഹിന്ദി പറയാൻ പാടില്ലാന്ന്. ഹിന്ദിയിൽ നിന്ന് മലയാളത്തിലേക്ക് തെലുങ്കിലും കണ്ട് അവിടെ ജോലിക്ക് 30 വർഷം കഴിഞ്ഞിട്ട് സ്റ്റേറ്റ് ബാങ്കിലും റെയിൽവേ സ്റ്റേഷനിലും ജോലി ചെയ്യാൻ പോയിട്ട് അവിടെ ഹിന്ദി സംസാരിക്കണ പോലെയല്ല. ഞാൻ ഹിന്ദി പറയണില്ല. അപ്പോൾ ഹിന്ദിയിൽ നിന്ന് ഞാൻ പറയാത്, ഹിന്ദിയിൽ നിന്ന് അതൊക്കെ അടുത്ത വീഡിയോയിൽ പറയാം. ഹിന്ദിയിൽ നിന്ന് മലയാളത്തിലേക്ക് ആക്കേണ്ട കാര്യം ഉണ്ടായിരുന്നു 8ാം ക്ലാസ്. അതൊക്കെ നമ്പർ അനുസരിച്ച് ഞാൻ പറയാം. അപ്പോൾ അതിനാണ് ഒരു നേരത്തെ കുട്ടി വാങ്ങണം, പറയിപ്പിച്ചവരും പറഞ്ഞവരും ഹിന്ദിയും ടീച്ചേഴ്സും അതൊക്കെ. അപ്പോൾ ടീച്ചേഴ്സിനാണ് അതിൻ്റെ ഗുണം കാണിക്കണം. അറിവില്ലായ്മ കൊണ്ടിട്ട് എന്തെങ്കിലും ഒരു ഡീലിന് ഷെയ്ക്കൻഡ് തന്നാൽ അറിവില്ലായ്മ നിങ്ങളെ കീഴ്പ്പെടുത്തും. ഞാൻ പറഞ്ഞു, അറിവില്ലായ്മ കൊണ്ട് ഇപ്പോൾ സ്പെഷ്യൽ ആൾ വന്നിട്ടുണ്ടെങ്കിൽ ആരായാലും വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് ഷെയ്ക്കൻഡ് കൊടുക്കണ മുമ്പ് നിങ്ങളുടെ അറിവില്ലായ്മ നിങ്ങളൊന്ന് മനസ്സിലാക്കുക. ഹിന്ദിയിൽ മലയാളത്തേക്ക് ആക്കേണ്ട കാര്യമില്ല, ഹിന്ദി പറയണല്ലോ. ഇപ്പോൾ ഹിന്ദിയിൽ ആരെങ്കിലും പൂണ്ടെന്ന് ആരെയും പറഞ്ഞാൽ ഞാനിങ്ങനെ പറയുള്ളൂ, യു ആർ എ ഫണ്ണി പേഴ്സൺ, തും ആപ് ടേക്ക് ഹോ ബസ് എക്സ്കെൽ നീ, അങ്ങനെ പറയാം. അല്ലെങ്കിൽ യു ആർ എ വെരി ഗ്രേറ്റ് പേഴ്സൺ ഇൻ ദ വേൾഡ്. ആ രീതിയിൽ ഇപ്പം ഞാനിങ്ങനെ ഇവിടെ കാണിക്കുന്നത് ഇവിടെ റെക്കോർഡ് ചെയ്യണവർ കാണാം, പക്ഷേ ഇത് ഈ വീഡിയോ റെക്കോർഡിങ് ചെയ്യാൻ കാണിക്കാൻ പറ്റില്ല. അപ്പോൾ അത് വേറെ വ്യത്യാസമുണ്ട്. അപ്പോൾ അത് ഇപ്പം എനിക്ക് റെക്കോർഡ് ചെയ്യേണ്ട ആവശ്യമില്ലെന്ന് അറിയാം. എന്നാലും റെക്കോർഡ് ചെയ്യണതിനും അതൊക്കെ നിങ്ങളുടെ ഓർമ്മശക്തിക്കും നല്ലതാണ്. എനിക്ക് ഓർമ്മയോടെ ഞാൻ പറയണം, ഫുൾ ഉണർവോടെ. എത്ര 12 മണിക്ക് ഉറങ്ങി 12 മണി തൊട്ട് 6 മണി വരെ ഉറങ്ങിയില്ലെങ്കിലും ഞാൻ ഉണർവോടെ കാര്യങ്ങൾ സംസാരിക്കും, ചൊടിയോടെ സംസാരിക്കും, ദൃഢതയോടെ സംസാരിക്കും. നിങ്ങളുടെ വേർഡ്സ് ആണല്ലോ. മലയാളം പഠിച്ച ഒരു 34 വയസ്സിലൊക്കെ പറഞ്ഞു തുടങ്ങുമ്പോൾ 2022 ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യുമ്പോൾ റെസ്റ്റ് ഡേ ഒക്കെ പറയാം. അത് അടുത്ത വീഡിയോയിൽ പറയാം. അപ്പോൾ ഇതിൽ പറയാം. അപ്പോൾ ഇവർക്ക് അപ്പോൾ അങ്ങനെ പറയുള്ളൂ. അപ്പോൾ നിങ്ങൾ ഏത് ഹിന്ദിക്കാർ പോകണമെങ്കിലും ഭാര്യ കുട്ടികളായിട്ട് ജീവിക്കുകയാണെങ്കിലും ഇപ്പോൾ ലവ് വീഡിയോസ് കാണുക, അല്ലെങ്കിൽ എന്തെങ്കിലും എന്തെങ്കിലും പെണ്ണായിട്ടുള്ള കാണുക, അല്ലെങ്കിൽ അപ്പനമ്മയും മോനും അവിടെ എവിടെയെങ്കിലും അവരുടെ ശോഷിച്ചാവസ്ഥ കാണിച്ച് ശോഷിച്ച വാക്കുകൾ പറയുമ്പോൾ അത് അവരുടെ ശോഷിച്ചാവസ്ഥ കാണിക്കണം. ഞാൻ ഇതിനല്ല നോക്കണം അവിടെ വലിയ ഹിന്ദിക്കാർ പോകണ്ടോ അവരൊന്നും പറയും. ഞാനങ്ങനെ ഹിന്ദിക്കാർ പറയാറില്ല. മനസ്സിലാക്കാൻ പഠിക്കുക. അപ്പോൾ അവരെ കുറിച്ച് ഞാൻ പറയാറില്ല. അപ്പോൾ മനസ്സിലാക്കാൻ പഠിക്കുക. അപ്പോൾ ഒന്ന് തോണ്ടി തോളത്ത് കൈയിട്ടിട്ട് സുഭാഷ് അവരുടെ സൗണ്ട് അങ്ങനെ ആയതുകൊണ്ടാവാം ചെറുപ്പത്തിലോട്ട് ജനിച്ചോട്ട് ഒരു 2ാം ക്ലാസ് 3ാം ക്ലാസ്സിൽ ഞാൻ പറയാം 4ാം ക്ലാസ്സൊക്കെ എത്തുമ്പോൾ ഗോവയിൽ നിന്നൊക്കെ മനസ്സിലാവും അവിടുത്തെ സാദൃശ്യം. അപ്പോൾ അവരോട് ഞാൻ അവിടെ എന്താ പറയുക, അവിടെ പിക്നിക്കല്ല, അവിടെ ഒരു എന്താ പറയുക, ഒരു ഇപ്പോൾ ഞാൻ ഗോവയുടെ കാര്യം പറഞ്ഞപ്പോൾ 87 ഗോവ സ്റ്റേറ്റ് ആയത്. അപ്പോൾ ആ മിനിറ്റിൽ എപ്പോഴാണ് പറയണമെന്ന് നോക്കിക്കോ. അപ്പോൾ സമയത്തിനനുസരിച്ച് അതിനനുസരിച്ച് നീങ്ങണേ പറയണേ. 12:21 ആണെങ്കിലും അതൊക്കെ പറയാം, അടുത്ത വീഡിയോയിൽ പറയാം. അപ്പോൾ ഈ ഒരു ക്ലീഷവും ഇതുപോലെ പറഞ്ഞിട്ടില്ല. അവർക്ക് ഒരു കണക്ഷൻ ഇല്ലാത്ത കാര്യമാണ് ഹിന്ദി ഇവിടെ പറയണല്ലേ. അപ്പോൾ അതിനേക്കുള്ള അരുന്നുകൂട്ടി വാങ്ങിയിട്ടുണ്ട്. അവർ പറയിപ്പിച്ചവരും ഞാൻ പറഞ്ഞു നടക്കണവരാണ് അരുന്നുകൂട്ടി വാങ്ങുന്നത്. എന്നിട്ടും നിങ്ങൾക്ക് മനസ്സിലാവണല്ലോ എങ്ങനെ പറയാം. അപ്പോൾ സുഭാഷൊക്കെ അങ്ങനെ തോണ്ടി തോളത്ത് കൈയിട്ടിട്ട് ഒന്ന് ഹാന്ന് വിളിക്കാനാ ഒന്ന് ജസ്റ്റ് മലയാളം അറിയില്ലെങ്കിൽ അത് നമുക്കിൻ്റെ ആവശ്യമില്ല എന്നറിയാം. ഇപ്പോൾ എന്തെങ്കിലും അവർ വീട്ടിൽ വിളിച്ച് അങ്ങനെ ചെറിയ പിള്ളേരാണ്, അപ്പോൾ അങ്ങനത്തെ നമുക്ക് തോന്നില്ല. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും സംസാരിക്കണം, അവർക്കൊന്നും സംസാരിക്കാൻ തോന്നണം വെച്ചാൽ അവർക്ക് ഇനി സബ്ജക്റ്റിനെ കുറിച്ചോ എക്സാമിനെ കുറിച്ചോ മാർക്ക് നേടിയതിനെ കുറിച്ചോ മാർക്ക് കുറഞ്ഞതിനെ കുറിച്ചോ താഴ്ത്തി പറയലോ, അല്ലെങ്കിൽ കാലൊടിഞ്ഞ് 21 ദിവസം അത് പറയാം അടുത്ത വീഡിയോയിൽ. 21 ദിവസം കിടന്നതിനെ കുറിച്ച് താഴ്ത്തി പറയലോ പൊക്കി പറയലോ, അല്ലെങ്കിൽ വല്ല പെണ്ണുങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ വിഡ്ഢി സാർമാരെ കുറിച്ചോ മൂത്രപ്പരയെ കുറിച്ചോ പരിസരത്തെക്കുറിച്ചോ ഒന്നും എന്നെ തോണ്ടി ഹാരിസെന്ന് വിളിക്കാൻ പോലും അവർക്ക് ധൈര്യമില്ല. മുഖത്ത് നോക്കി ഒന്ന് അടുത്തേക്ക് വരണ്ടേ. അപ്പോൾ എൻ്റെ ഞാൻ ജയ്പാൻ്റെ വൈറ്റ് ഒന്ന് മാർച്ച് ചെയ്ത് പോകുമ്പോൾ ഒന്ന് ഞാൻ വിചാരിക്കും തോണ്ടി സംസാരിക്കുന്നതായിരിക്കും. അപ്പോൾ ഞാൻ പോകുമ്പോൾ അങ്ങനെ തോണ്ടി സംസാരിക്കുന്നതായിരിക്കും. അപ്പോൾ പക്ഷേ അവരുടെ അറിവില്ലായ്മയായിരിക്കാം. സോഷ്യൽ ഹിന്ദുസ് ആയിരിക്കാം, സോഷ്യൽ മുസ്ലിംസ് ആയതുകൊണ്ടാണ്, സോഷ്യൽ റോമൻ കാത്തലിക്സ് ആയതുകൊണ്ടാണ് അവർക്ക് അങ്ങനെ
അതിനോട് മിണ്ടാൻ തോന്നില്ല. മിണ്ടിയിരുന്നെങ്കിൽ എന്തെങ്കിലും. പക്ഷെ ഞാൻ അങ്ങനെ മലയാളം വഴങ്ങി പറയുന്ന ടൈപ്പ് അല്ലാന്ന്. അപ്പോൾ ഒരു ഘട്ടം ഘട്ടമായിട്ട് വളരണേന്ന്. അതുപോലെ ഞാൻ കണ്ട് വളർന്ന ടൈപ്പാണ്. കണ്ട് വളർന്നത് വളരെ നിങ്ങൾ അറിവില്ലായ്മയിൽ കണ്ട് വളർന്ന പോലെയല്ല. അത് ഞാൻ പറയാം. എന്ന് വെച്ചാൽ അടുത്ത വീഡിയോയിൽ പറയാം. വെച്ചാൽ ഒരു 1988 87 തൊട്ട് 1988 89 90 വരെ, അവിടെ നിന്ന് 91 92 93 അതൊക്കെ പറയാം. അത് അടുത്ത വീഡിയോയിൽ പറയാൻ പറ്റുള്ളൂ. ഇപ്പോഴും ഇപ്പം 3 വീഡിയോ ആക്കേണ്ടി വരും മിക്കവാറും. 15 മിനിറ്റ് കഴിഞ്ഞാൽ 10 മിനിറ്റായി. അപ്പോൾ അത് ഇപ്പോൾ കുറച്ച് യേശുവയുടെ കാര്യം പറയണം. അപ്പോൾ ഇത് ഞാൻ ഷോർട്ടായിട്ട് പറയണുള്ളൂ. ഇപ്പോൾ സാധാരണ ഇങ്ങനെ വളർന്ന കാര്യം പറയണം. അപ്പോൾ നിങ്ങൾ ഞാൻ റെസ്പെക്റ്റ് കൊടുത്ത് പറയുന്നതാണ് ഇപ്പോഴും വിചാരിക്കേണ്ട. അല്ല, വിഡ്ഢികൾക്ക് എന്തിനാണ് അവറുകളൊക്കെ പറയേണ്ട. അവർ ജീവനില്ലാത്ത ആരാധിച്ച് പറഞ്ഞ് നടക്കുന്നവരാണ്. അപ്പോൾ ഞാൻ ഇങ്ങനത്തെ വാക്കുകൾ ഞാൻ 21 ദിവസം ബെഡ് റെസ്റ്റ് ആയിട്ട് കിടന്നാലും ഞാൻ എന്നെ കുറിച്ച് താഴ്ത്തി പറയണല്ലേ, എന്നെ താഴ്ത്തിയ കൾപ്രിറ്റിനെ കുറിച്ച് താഴ്ത്തി പറയണല്ലേ, പൊക്കിയും പറയണല്ലേ, ഒരു വേറെ പറയണല്ലേ, അല്ലെങ്കിൽ പരീക്ഷയിൽ തോറ്റും വിചാരിച്ചു. എന്നെക്കുറിച്ച് ആരും ഇങ്ങോട്ട് താഴ്ത്തി പറയണല്ലോ, അവർ തോറ്റും വിചാരിച്ചു. ഞാൻ താഴ്ത്തി പറയണല്ലോ, പൊക്കിയും പറയണല്ലോ. പാട്ട് നല്ല ഡ്രാമ എന്തെങ്കിലും ചെയ്താലും മികവ് നേടുകയും വിചാരിച്ചു സ്റ്റേജിൽ. പൊക്കിയും പറയണില്ല. പൊക്കിയും താഴ്ത്തി പറയുന്നതല്ല. ഈ ശോഷിച്ച ജീവിതത്തിൻ്റെ തന്തയുടെ തള്ള റിട്ടാർഡ് നേച്ചർ അനുകരിച്ച അറിവില്ലായ്മയിൽ പൊക്കിയും താഴ്ത്തി പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. പൂർണ്ണ അറിവില്ലായ്മയിൽ എന്തിനും ഡീലിന് സാങ്ഷൻ കൊടുക്കുക. ഷെയ്ക്കൻഡ് കൊടുക്കുമ്പോൾ പൂർണ്ണ അറിവോടെ ആണോ എന്ന് നിങ്ങൾ ചിന്തിക്കുക നിങ്ങളുടെ കാര്യം. അല്ലെങ്കിൽ ശവപ്പെട്ടിയിൽ കിടക്കുമ്പോൾ വരെ നിങ്ങൾക്ക് നിങ്ങളുടെ മുഖത്തിന് വരെ തെളിച്ചില്ലാണ്ട് കിടക്കുമ്പോൾ കത്തിയാൻ വരുമ്പോൾ മനസ്സിലാവും നിങ്ങൾ ജീവിച്ചത് ജീവിതമായിരുന്നില്ല എന്ന്, ശോഷിച്ച അവസ്ഥയായിരുന്നു. ഞാൻ പറയാം അതിനെക്കുറിച്ച്. ജീവനില്ലാത്തത് ആരാധിച്ചും ജീവനില്ലാത്ത പറഞ്ഞിട്ടും ഈ വെഡ്ഡി ക്യാമറയുടെ മുന്നിൽ, എനിക്ക് വെഡ്ഡി ക്യാമറയുടെ ആവശ്യമില്ല. വെഡ്ഡി ക്യാമറ അപ്പോൾ ആക്ടിങ് ഇഷ്ടമില്ല എൻ്റെ അർത്ഥം. വെഡ്ഡി ക്യാമറയുടെ മുന്നിൽ വെഡ്ഡി ഗോഷ്ടി കാണിച്ച് ഈ ആവശ്യമില്ലാത്ത പാതിരികളും, അത് സെക്കൻഡ് തേർഡ് വീഡിയോയിൽ പറയാം, ആവശ്യമില്ലാത്ത പാതിരികളും അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത ജീവനില്ലാത്ത വിഗ്രഹങ്ങളും ഓരോ വൃത്തികെട്ട ഡ്രസ്സ് ഇട്ട് കോമാളിത്തരം കാണിച്ച് പ്രൂഫ് കാണിച്ച് വെച്ചേക്കുക അവർ വെഡ്ഡികളാണെന്ന്. എന്നിട്ട് റെസ്പെക്റ്റ് കൊടുക്കുക. അങ്ങനെ അവർ മോന്ത കണ്ടാൽ അവർ വളിഞ്ഞ മോന്ത വെച്ച് കള്ളും കുടിച്ച് അവരുടെ തന്തയുടെ തലയുടെ മുസ്ലിം ശോഷിച്ച ഹിന്ദു ശോഷിച്ച കാത്തലിക്സ് അതേ കണ്ടുകാർ വളിഞ്ഞ ഒരു തരിച്ച് മീശയും വളച്ച് തരം കുരുട്ട് മൊതലി മോന്ത കണ്ടറിയാം. ഇതങ്ങനെയല്ല. വളർന്നു വരുമ്പോൾ എൻ്റെ ഒരു പ്ലസ് മുതൽ വിടർന്ന മോന്ത ഇങ്ങനെ വരാം. അപ്പോൾ എനിക്ക് എന്താ ഒരു പ്രത്യേകത വെച്ചാൽ ഞാനൊരു ആരെങ്കിലും ഇപ്പോൾ ആരെങ്കിലും തൊട്ടെ അവരുടെ മുഖം ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ അവരോട് സംസാരിച്ച് അവരുടെ മുഖം പ്രതിഫലിക്കാൻ പറ്റും എൻ്റെ മുഖത്ത്. അപ്പോൾ അതിങ്ങനെ പ്രതിഫലിച്ച് എൻ്റെ മുഖത്തിൻ്റെ വ്യത്യാസം വരും വളരും തോറും. ഇപ്പോൾ ഒരു 9 വർഷം അവിടെ ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ വാക്കുകൾ താഴ്ത്തിയും പറയുകയാണെങ്കിലും കുറച്ച് പുകഴ്ത്തിയും പറയുകയാണെങ്കിലും ഒരു ആ പ്ലസൻ്റ് മുഖം ഉണ്ട്, ഓൾറെഡി ഉണ്ട്. പക്ഷേ എനിക്ക് ഒരു മിനിറ്റ് അല്ലെങ്കിൽ 2 മിനിറ്റ്, പക്ഷേ ഞാൻ നടന്നു പോകുമ്പോൾ വേറെ മുഖമായിരിക്കും അങ്ങോട്ട് പുറത്തേക്ക് പോകുമ്പോൾ. എന്താ വെച്ചാൽ അകത്തിരിക്കണ സംസാരമല്ല പുറത്തേക്ക് പോകുമ്പോൾ. പുറത്ത് പോകുമ്പോൾ ഞാൻ നല്ല സ്ട്രോങ് ആ ഒരു ഇതിൽ സംസാരിക്കണം. മൈക്കിൻ്റെ മുന്നിൽ പറയുന്ന കാര്യമല്ല പറയാം. മൈക്കിൻ്റെ മുന്നിൽ പറയാം. നമ്മൾ സംപ്രേഷണം ചെയ്യുമ്പോൾ ഒരു ക്യാമറയുടെ മുന്നിൽ എന്തെങ്കിലും ടോക്ക് ചെയ്യുമ്പോൾ അത് ഒരു ടോക്ക് എന്താ പറയുക, അകത്തിരിക്കണ പോലെ ആയിരിക്കില്ല. ഇതിപ്പോൾ ഞാൻ പുറത്ത് സംസാരിക്കണ പോലെ സംസാരിക്കണം. അത് വ്യത്യാസമുണ്ട്. നിങ്ങൾ കേൾക്കണ രീതി ഇവിടെ അകത്തിരിക്കണ പോലെയല്ല ഞാൻ പറയണത്. അപ്പോൾ ഞാൻ ഈസി വേ തിരഞ്ഞെടുക്കുക. അത് ഞാൻ പറയാം. ഈസി വേ ഇപ്പോൾ സെക്കൻഡ് വീഡിയോയിൽ പറയാം. തേർഡ് വീഡിയോയിൽ ഞാൻ ഫുൾ ഹിസ്റ്ററീനെ കുറിച്ച് പറയുള്ളൂ, ജനിച്ചത് തൊട്ട്. അപ്പോൾ ഇപ്പോൾ ഒരു 2 മിനിറ്റ് കൂടി ഉള്ളൂ. അപ്പോൾ അതിൽ തീർക്കണം. അപ്പോൾ പറയാം, ഞാനിങ്ങനെ താഴ്ത്തി പറയില്ല, കുറച്ച് പറയില്ല. അപ്പം നിങ്ങളുടെ തന്നെ ശോഷിച്ച അവസ്ഥ നിങ്ങൾ റെസ്പെക്റ്റ് കൊടുത്ത് പറയുന്നില്ല. ശോഷിച്ച വാക്കുകൾ നിങ്ങൾ തന്നെ പറയും. വിഡ്ഢിന്ന് വിളിക്കാം, മന്ദബുദ്ധി എന്ന് വിളിക്കാം, ശവം എന്ന് വിളിക്കാം. ശവം പോലെ ജീവനില്ലാത്തത് അരച്ച് ജീവനില്ലാത്തത് അറിവില്ലാത്ത കാര്യങ്ങൾ പറയണമെങ്കിൽ വിഡ്ഢിന്ന് വിളിക്കാം. അതുകൊണ്ട് കൂമെന്ന് പറഞ്ഞ് നാവ് മര്യാദയ്ക്ക് വിവരമുള്ളത് ആരും സ്ട്രോങ് ആയിട്ട് ഉപയോഗിക്കണമെന്ന് പഠിക്കും. അല്ലാണ്ട് നിങ്ങളുടെ തന്തയുടെ റിട്ടാർഡ് നേച്ചർ അനുകരിച്ച് അറിവില്ലായ്മ, അത് നിങ്ങളുടെ റിട്ടാർഡ് നേച്ചർ അനുകരിച്ച് ഇങ്ങനെ ധൈര്യമില്ലാണ്ട് ശോഷിച്ചാവസ്ഥ കാണിച്ച് ധൈര്യമില്ലാണ്ട് ഒരു ഫിസിക്കലി ചാവേണ്ട കാര്യമില്ല. ഞങ്ങൾക്ക് ഓൾറെഡി ചത്താണ് ഞങ്ങൾ ജീവിക്കുന്നത്. ചത്തൊരു തെളിച്ചത്തോടെ മരിക്കുമ്പോഴേ മുഖത്ത് തെളിച്ചുണ്ടാക്കുക ഇല്ല. ആ തെളിച്ചില്ലാണ്ട് നിങ്ങൾ ഇതൊക്കെ പറഞ്ഞ് ജീവനത്തെ അരച്ച് ചാവുമ്പോൾ എന്തെങ്കിലും തെളിച്ചുണ്ടാവും മുഖത്ത് ഇല്ല. അതന്നെ പറയണേ. മൃഗങ്ങളെ ആരാധിക്കേണ്ട കാര്യമില്ല. സ്ത്രീകളും ഹ്യൂമൻസ് അല്ല ജീവനുള്ള ദൈവം എന്ന് പറയുന്നത്. ജീവനുള്ള ദൈവം എന്ന് പറഞ്ഞില്ലേ, അത് അവർക്ക് ക്യാമറയുടെ മുന്നിൽ ഒരു 300 മില്യൺ വർഷം മുമ്പ് ഇതൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ 160 വർഷം മുമ്പ് ഈ ക്യാമറയുടെ ഇതൊക്കെ നമുക്ക് മനസ്സിലാവണമെന്നുള്ളൂ. നിങ്ങൾക്ക് ബുദ്ധി ഉണ്ടാവില്ല ഈ ജീവനത്തെ ആരാധിച്ച് നടക്കാല്ലേ. അപ്പോൾ അത് നിങ്ങൾക്ക് ബുദ്ധി ഉണ്ടാവില്ലായിരിക്കും. അപ്പോൾ ആ ഒരു വ്യത്യസ്ത ജീവനുള്ള ദൈവം സൃഷ്ടിച്ചത് അത് ജീവനുള്ള ദൈവം സ്ത്രീയും അല്ല, ഹ്യൂമനും അല്ല, മൃഗമല്ല. അപ്പോൾ അത് ഫുൾ ഭാഗത്തോടെ പറയണം. അത് ജീവനുള്ള ദൈവം എന്ന് പറഞ്ഞാൽ എന്നുവെച്ചാൽ ഫുൾ ഇങ്ങനെ കാണുമ്പോൾ ഈ ഇവിടുത്തെ മാജിക്ക് തന്നെയാണ് പറയുന്നത്. അതുകൊണ്ട് വെഡ്ഡി ക്യാമറയുടെ മുന്നിൽ കാണിക്കണം ഈ ഗോഷ്ടിയല്ല മാജിക് എന്ന് പറയുന്നത്. ഈ ജീവനുള്ള ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് എങ്ങനെയാണ്?
ഈ കുമ്മട്ടിയും ഇംഗ്ലീഷൊന്നും ഇതിനെക്കുറിച്ച് പറയില്ല, അവർക്ക് അതിനെക്കുറിച്ച് അറിയില്ല. അവർ റോമൻ കാത്തലിക്സും സോഷ്യൽ മുസ്ലിംസും സോഷ്യൽ ഹിന്ദുസ് ആയതുകൊണ്ട് 15 മിനിറ്റ് കുറച്ച് കൂടും, അതിന് കുഴപ്പമില്ല. അപ്പോൾ എല്ലാ വക ഗ്രീനറിയും കളറും മൃഗങ്ങളുടെ തോലിൻ്റെ വ്യത്യാസവും വാസ്റ്റ് ഓഷ്യൻ ഞാൻ കൈകൊണ്ട് കാണിക്കണുള്ളൂ, പക്ഷേ വാസ്റ്റായിട്ട് കിടക്കും. അതിൻ്റെ ഒഴുക്കും അതിൻ്റെ രീതിയും പിന്നെ എല്ലാ വക പുനരുദ്ധീകരിക്കലും, അത് ചെകുത്താൻ വണ്ടികളുടെ കാര്യമല്ല പറയണത്, എല്ലാ റീപ്രൊഡക്ഷനും എല്ലാ വക ചിന്തിക്കാനുള്ള കഴിവ്, തിരിച്ചറിയാനുള്ള കഴിവ്, എപ്പോൾ റിയാക്ട് ചെയ്യണം, എന്ത് ചെയ്യണം, മൃഗങ്ങൾക്കും പക്ഷികൾക്കും ഓരോ സൗണ്ടും മൃഗങ്ങളെല്ലാം പുകഴ്ത്താൻ ക്വാളിറ്റി കൊടുത്തുകൊണ്ട് അത് പ്രദർശിപ്പിക്കാനാണ്. അല്ലാതെ ശോഷിച്ച ക്വാളിറ്റി, നിങ്ങളുടെ ക്വാളിറ്റി ഇതാണോ, ലോവർ ക്വാളിറ്റിയാണോ കാണിക്കുന്നത്? അത് കാര്യമില്ല. ഞാൻ ലോവർ ക്വാളിറ്റി കാണിച്ചു സോഷ്യൽ വാക്ക് പറഞ്ഞിട്ടില്ലേ, പൂർണ്ണ അറിവോടെ സംസാരിക്കാൻ പഠിക്കുക. ആരെ സംസാരിക്കണം ഇവർ പറയുമോ? ഇങ്ങനെ പാതിരികളും ആവശ്യമില്ലാത്തവർ പറയും ഇല്ല. അപ്പോൾ മനസ്സിലാക്കാൻ പഠിക്കുക, ആരെന്താ പറയണേ മനസ്സിലാക്കാനുള്ള ശക്തി നൽകി. അതുകൊണ്ട് വിഡ്ഢികളുടെ കൂടെ നടന്നാൽ നിങ്ങളും വിഡ്ഢികളാവുള്ളൂ. വിഡ്ഢി കോൺടാക്ട്സും വെച്ച് ഈ വിഡ്ഢി തന്നെ പിറ്റ് ചെയ്യൂ എന്നൊക്കെ പറഞ്ഞ് നിങ്ങളതിന് പിറ്റ് ചെയ്യണം. ഞാൻ ഒരാളെ കുറിച്ച് ഫോം വിളിച്ച് പിറ്റ് ചെയ്യൂ, കുറ്റ് ചെയ്യൂ, ശോഷിച്ച വാക്കുകൾ ഉപയോഗിക്കാതിരിക്കാൻ പഠിക്കാതെയാണ്. ധൈര്യത്തോടെ ഞാൻ ഇതുവരെ പറയാത്തോണ്ട് പറയാം, ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു ഇംഗ്ലീഷ് മര്യാദ ഏതെങ്കിലും ലാംഗ്വേജ് ഉപയോഗിക്കുമ്പോൾ അത് സ്ട്രോങ് ആയിട്ട് ഉപയോഗിക്കാൻ പഠിക്കും. പിറ്റ് ചെയ്യും, ശോഷിച്ച അവസ്ഥ അങ്ങനെ പറയുമ്പോൾ നിങ്ങളുടെ തന്നെ ഏത് വളിഞ്ഞ വെളുത്ത ആദിവാസിയും മതാമയാണെങ്കിലും കറുത്ത ആദിവാസി മതാമയാണ് അവരുടെ ശോഷിച്ചാവസ്ഥയാണ് കാണിക്കുന്നത്. അപ്പോൾ മനസ്സിലാക്കാൻ പഠിക്കുക എന്താണ്. അപ്പോൾ ഓരോ പ്രത്യേകത കൊടുക്കുന്നത് ക്യാമറയുടെ മുന്നിൽ പ്രൂഫാക്കിയാൽ കാണിച്ചു. ക്യാമറയുടെ മുന്നിൽ വെഡ്ഡി പ്രൂഫ് കാണിക്കണവരാണ് നിങ്ങളെ ഞാൻ റെസ്പെക്റ്റ് കൊടുത്തല്ല പറയണത്. ഈ എന്തെങ്കിലും ചുറ്റുപാടിലെ ന്യൂസ് പേപ്പറിൽ എന്തെങ്കിലും വല്ല ഇതൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ എന്തുണ്ടാവണേ, എന്തെങ്കിലും കൂട്ടബലാത്സംഗം അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ ഹിന്ദിക്കാർ മലയാളികൾ ഇതന്നെ പറഞ്ഞുകൊണ്ടിരിക്കണം. മലയാളികൾ അതുപോലെ ആയിരിക്കണം. കൂട്ടബലോത്സവം ചെയ്തു അവർ വേ ഓഫ് ടോണാണ് പറയണത്. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ലേ എന്ന് പറഞ്ഞിട്ട് പറയണേ. അവർ കൂട്ടബലോത്സവം ചെയ്തു, കൊലപാതകം ചെയ്തു. ഹിന്ദിക്കാർ ഈ മലയാളം പഠിച്ചിട്ട് മലയാളം പറയുമ്പോഴെങ്കിലും നിങ്ങൾ മലയാളികളാണല്ലോ, ഇങ്ങനെയെങ്കിലും സംസാരിക്കാൻ പഠിക്കുക. അതറിയില്ല, പൂർണ്ണ അറിവില്ല. സ്വന്തം തന്തയുടെ റിട്ടയർഡ് ടീച്ചർ അംഗീകരിച്ചിരിക്കുക, കുറേ കത്തിക്കുത്തുണ്ടാക്കി അത് ഈ മലയാളി പറയുക, അല്ലെങ്കിൽ അടിപിടി ഉണ്ടാക്കി, ഡ്രഗ്സ് അടിച്ചു. ഇതന്നെ നിങ്ങൾ അയ്യേന്ന് കുമ്മട്ടി കോഹനാൽ കുമ്മിത്താവശ്യത്തിൻ്റെ അയ്യെന്ന് പറയുമ്പോൾ ഇതന്നെ ഈ കഥ കൊണ്ട് ക്യാമറയുടെ വലിയ പാതിരികളും കുറേ ജീവനാത്തനെ കൊണ്ട് ആരാധിക്കുമ്പോൾ നിങ്ങളത് കൈകൊട്ടും. ഈ സിനിമയിലായിട്ട് ഇരുട്ടത്ത് ഇവരുടെ മോന്തകൾ കാണുമ്പോൾ എന്തിന് വളഞ്ഞ് നേരത്തെ കുട്ടി വാങ്ങാനുള്ള മോന്തയെന്ന് കണ്ടാൽ മനസ്സിലാവും. അങ്ങനെ വളഞ്ഞ് കവള ചെറുത് കൈയടിക്കണം കണ്ടോ. അപ്പോൾ ആ ഒരു വെഡ്ഡിപ്പാട്ട് കേട്ട് ഒരു വർഷമല്ല ഇങ്ങനെ ഇയർഫോണിൽ കേട്ട് പുതിയ പാട്ടാന്ന് പറഞ്ഞിട്ട് ഈ വെഡ്ഡി സ്റ്റോറിക്ക് വേണ്ടിയാണ് ഞങ്ങൾ ഇവിടെ ചുറ്റുപാട് അയ്യെന്ന് പറയുമ്പോൾ ആ വെഡ്ഡി ക്യാമറയുടെ മുന്നിൽ ഈ വെഡ്ഡി ജീവനില്ലാത്തതൊക്കെ മണ്ടൻ ഡയലോഗും ജീവിതത്തിന് അർത്ഥമില്ലാന്ന് പറയും മണ്ടൻ ഡയലോഗ് കുമ്മട്ടി കോഹലാൽ കാണിക്കുമ്പോൾ വെഡ്ഡി പ്രൊഫൈൽ കാണിക്കുമ്പോൾ കൈയടിച്ച് ഈ വെഡ്ഡി പാട്ട് കേട്ടിരിക്കും ജീവിതം വേസ്റ്റാക്കാനായിട്ട്. അതിന് സ്വന്തം ജീവിതം വേസ്റ്റാണ്, തന്തയുടെ നല്ല റിട്ടയർഡ് ടീച്ചർ അനുകരിച്ച് വേസ്റ്റാണെന്ന് അവർക്കാണ് മനസ്സിലാവുള്ളത്. ധൈര്യം ഇല്ലാത്തവരുടെ അവസ്ഥയാണ് ശോഷിച്ച അവസ്ഥ. കുടിച്ച് നടന്ന് ഡ്രഗ് അടിച്ച് നടക്കാറുണ്ട്. ഞാൻ ദേഷ്യപ്പെട്ടല്ല പറയണത്, ദേഷ്യപ്പെട്ട് പറയണം. അങ്ങനെ ഡ്രഗ് അടിച്ച് കുടിച്ച് ബീഡി വലിച്ച് ഗുഡ്കിയും കഴിച്ച് ഇങ്ങനെ നിങ്ങളെ പോലെ വെട്ടിത്തോടെ കൈയടിച്ച് ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെ നടന്നേനെ. അപ്പോൾ അങ്ങനെ മുന്നിൽ നടന്നേനെ. അപ്പോൾ ശോഷിച്ച വാക്കുകൾ എൻ്റെ വായിന്ന് വരില്ല, വെഡിത്തം അതിൻ്റെ അടുത്തുകൂടെ പോവില്ല. അപ്പോൾ അത് പോവാത്തത് കൊണ്ട് തന്നെ പറയണം, ധൈര്യമായിട്ട് ഇരിക്കാൻ പറയണം.